ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് 5 രൂപയുടെ ബൂസ്റ്റും ചെറിയ പഴവും വെച്ചിട്ട് നല്ല കിടിലം വെറൈറ്റി ഡ്രിങ്കിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ്. ഈ ഒരു വേനൽ ചൂടിൻ്റെ നോമ്പിൻ്റെ ക്ഷീണത്തൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ഈ ഒരു കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇത്രയും ചെറിയ പഴം എടുത്തോണം കേട്ടോ. വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതാ ഇതുപോലെ അങ്ങോട്ട് തൊലി ഒഴിവാക്കിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേണ്. പിന്നെ വേണ്ടത് 5 രൂപയുടെ ബൂസ്റ്റാണ്. അതും കൂടി ഇതാ ഇതിലേക്ക് ഇതുപോലെ തട്ടി കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് ഒന്നങ്ങോട്ട് ഉടച്ചിങ്ങോട്ട് എടുക്കുക കേട്ടോ. അധികം അങ്ങോട്ട് ഉടക്കൊന്നും വേണ്ട, നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കറക്കി എടുക്കാനുള്ളതാണ്. ഇതുപോലെ അങ്ങോട്ട് സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ ജസ്റ്റ് ഒന്നങ്ങോട്ട് ഇങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി. ഇനി ഞാനിതാ ഈ ഒരു സമയത്ത് മിക്സിൻ്റെ ജാർ എടുത്തുന്നു കേട്ടോ. ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം നല്ല പഴുത്തു പോയ പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു വെറൈറ്റി ടേസ്റ്റിനുണ്ട് ഈ ഒരു ബൂസ്റ്റൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കേണ്ടത്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക്. ഇനി ഞാനിതാ മിക്സിൻ്റെ ജാർ എടുത്തുന്ന ഈ ഒരു പഴം ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനിതാ പാലിട്ടോ, പാലിന് പകരം തേങ്ങാപ്പാലും നമുക്കിതാ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പാൽപ്പൊടി ആയാലും പ്രശ്നമല്ല കേട്ടോ. ഇങ്ങനെ കട്ടപ്പാലുണ്ടെങ്കിൽ അധികം ഒരു തണുപ്പുമാണ്, പിന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാൻ മറക്കരുത്. അങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഞാനിതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ. ഞാനെന്തായാലും ഈ ഒരു കട്ടിയിൽ തന്നെയാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് കെട്ടിട്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 10 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് കസ്കസ് കുതിർക്കാൻ വെച്ച് അതും കൂടി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മളിതാ നേരത്തെ എടുത്ത് വെച്ച് പകുതി ആ ഒരു ബൂസ്റ്റ് ഉണ്ടല്ലോ, നേരത്തെ ഇട്ട് കൊടുത്തതിൻ്റെ ബാക്കി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റായിട്ട് ഈ ഒരു ബൂസ്റ്റ് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണേ. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറിൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. പക്ഷേ ഇടയിൽ ഇങ്ങനെ ബൂസ്റ്റിൻ്റെ ആ ഒരു തരുണ്ടല്ലോ, അതിങ്ങനെ കുടിക്കുമ്പോൾ കിട്ടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് വേറൊരു ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ജഗിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പിസ്റ്റാണ് കേട്ടോ. 2-3 തുള്ളി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു വെറൈറ്റി ജ്യൂസും കൂടി റെഡി ആയിരുന്നു. കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്. ആ ഒരു പിസ്തൻ്റെ ഫേവറേറ്റ് മുന്നോട്ട് നിൽക്കാൻ പാടില്ല കേട്ടോ. കുറച്ച് മതി, 2 തുള്ളിയോ 3 തുള്ളിയോ മാത്രം മതി. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ ഈ ഒരു വെറൈറ്റി ജ്യൂസും റെഡി ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ജ്യൂസ്. ഈ ഒരു നോമ്പിൻ്റെ ക്ഷീണത്തിനും പിന്നെ അതല്ല വെയിലിൻ്റെ ക്ഷീണത്തിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റും കൂടി ഇങ്ങനെ തട്ടി ഇടുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനാണ്, നിർബന്ധമൊന്നുമില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. കാണാനൊക്കെ നല്ലൊരു മഞ്ചാണ്, കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 ഡ്രിങ്കും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡ്രിങ്കാണ് കേട്ടോ. ഇനി ഞാൻ വേറൊരു ഡ്രിങ്കും കൂടി ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതും കൂടി കണ്ടു നോക്കുക. ചാമ്പക്ക ഉണ്ടല്ലോ, അതും ബൂസ്റ്റും വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്കായിട്ട് ഇനി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത്രയും ചാമ്പക്ക ഞാനിതാ ഒരു പാത്രത്തിലിട്ട് വെച്ചാണ്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചാമ്പക്ക ജ്യൂസ്. ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ആ കൂരുണ്ടല്ലോ അത് ഒഴിവാക്കണേ. അത് ഒഴിവാക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും. ഇനി ഞാനിതാ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ആ ഒരു
ചാമ്പക്ക ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനിതാ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ചെറിയൊരു പുളി ഉണ്ടാവുമല്ലോ ഈ ചാമ്പക്ക, അപ്പോൾ ഒരു പുളി പോവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2-3 ഏലക്കായും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 5 രൂപയുടെ ബൂസ്റ്റ് ഞാനിതാ ഈ ഒരു അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കറക്കം അങ്ങോട്ട് കറക്കിയെടുക്കട്ടെ. നന്നായിട്ട് അരക്കണം എന്നില്ലേ, ജസ്റ്റ് ഒരു കറക്കം മാത്രം മതിയേ. അപ്പോൾ ഈ ഒരു വെറൈറ്റി ചാമ്പക്ക ജ്യൂസും റെഡി ആയിരുന്നു. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ചാമ്പക്ക ജ്യൂസും പിന്നെ പഴത്തിൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഡ്രിങ്കും റെസിപ്പികളൊക്കെ നമ്മളെ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഈ ഒരു ബൂസ്റ്റ് ഓപ്ഷണൽ ആയിട്ട് എൻ്റെ കയ്യിലുണ്ടായപ്പോൾ മാത്രം ഇട്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.